ശ്രീ കെ ജി കുമാറാണ് കൊട്ടാരക്കരയിൽ നിന്ന്. ശ്രീ കെ ജി കുമാർ, താങ്കൾക്ക് എന്ത് തോന്നുന്നു? ഒരു രാഷ്ട്രത്തലവനൊക്കെ പ്രതികരിക്കുമ്പോൾ, അതും അമേരിക്ക പോലെ ഒരു രാജ്യത്തിൻ്റെ തലവനൊക്കെ പ്രതികരിക്കുമ്പോൾ ലോകം അതിന് കൊടുക്കുന്ന സവിശേഷമായ ശ്രദ്ധയും പ്രാധാന്യവും ഒക്കെ ഉണ്ട്. പക്ഷെ അത് ആ നിലയെല്ലാം വിട്ടിപ്പോൾ മാർപ്പാപ്പയ്ക്ക് നേരെ കയർക്കുന്നു, യേശുവിൻ്റെ ചിത്രം, സ്വന്തം തലവെട്ടി വെച്ച് യേശുവിൻ്റെ ചിത്രം ഉണ്ടാക്കുന്നു. ഇതൊക്കെ എന്താണ് കാണേണ്ടത്? ഞാൻ മുമ്പൊരിക്കൽ പറഞ്ഞിട്ടുണ്ട്, ഈ ഇരിക്കുന്ന സ്ഥാനം എന്താണ്, ആ സ്ഥാനത്തിന്റെ വില എന്താണ് എന്ന് ഒരു ധാരണ ഇല്ലാത്ത ഒരു ഭരണാധികാരിയാണ് ഈ ട്രംപ്. കാര്യം ഈ ഇരിക്കുന്ന സ്ഥാനത്തിന്റെ വിലയും അറിയില്ല, മാർപ്പാപ്പ ഇരിക്കുന്ന സ്ഥാനത്തിന്റെ മാർപ്പാപ്പയുടെ വിലയും ഇദ്ദേഹത്തിന് അറിയില്ല. മാർപ്പാപ്പ എന്താണ് പറഞ്ഞത്? അത് ഈ പുരോഹിത സമൂഹത്തിന്റെ ഒരു മുഖ്യധാരയിൽ ഇരിക്കുന്ന മാർപ്പാപ്പ പറയുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സമാധാനത്തിന്റെ, അത് അതിൻ്റെതായിട്ടുള്ള രീതിയിൽ ഉൾക്കൊള്ളുക എന്നുള്ളതല്ലാതെ അദ്ദേഹത്തിനോട് പോയി തർക്കുത്തരം പറയുക എന്ന് പറഞ്ഞാൽ ഇയാൾ അറിവില്ലായ്മയുടെ ആൾരൂപം എന്നല്ലാതെ എന്താണ് പറയേണ്ടത്? കാര്യം ഇയാൾക്ക് വട്ടായി പോയോ? എന്താ ഇയാൾ ചെയ്യുന്നത്? കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇയാൾ ഇറാനുമായിട്ട് ഇറങ്ങി തിരിച്ചപ്പോൾ തന്നെ 4 വട്ടം ആലോചിക്കണമായിരുന്നു. ഈ ഉപദേശകന്മാർ, ഈ മാർക്കോ റൂബിയെ പോലുള്ള ആൾക്കാർ ഇദ്ദേഹത്തിന് ഉപദേശം പറഞ്ഞു കൊടുക്കണ്ടായ കാര്യം വാക്കുകൾ പരിമിതപ്പെടുത്തുക, ഈ സൂക്ഷിക്കുക, കാര്യം അതനുസരിച്ച് മുന്നോട്ട് പോവുക എന്നുള്ളതല്ലാതെ കാര്യം ഇന്ന് പറയുന്ന കാര്യമല്ല നാളെ പറയുന്നത്. ഓരോ ദിവസം ഓരോ ഇതാ പറയുന്നത്. കാര്യം ഇങ്ങനെ പോവുകയാണെങ്കിൽ അവസാനം ഈ ട്രംപിന്റെ ഈ ഇതാണെന്നുണ്ടെങ്കിൽ അമേരിക്ക ഒരു പണ്ട് എൻ്റെ ചെറുപ്പത്തിലൊക്കെ ലോക പോലീസുകാരൻ എന്ന് ആൾക്കാർ പറയാനുണ്ടായിരുന്നു. ആ ഒരു നിലവാരത്തിൽ നിന്ന് ഇപ്പൊ ലോക കോമാളി എന്നുള്ള ഒരു അവസ്ഥയിലേക്കാണ് ഈ ട്രംപ് കൊണ്ട് എത്തിക്കാൻ പോകുന്നത്. എന്താണ് ഇതിനൊക്കെ പറയുക? ശരി, താങ്കളുടെ അഭിപ്രായം വ്യക്തമാണ്. ശ്രീ ബാലനാണ്, വടകരയിൽ നിന്നാണ് വിളിക്കുന്നത്. ശ്രീ ബാലൻ, താങ്കൾ എങ്ങനെയാണ് ഒരു അമേരിക്കയുടെ പ്രസിഡന്റ് ഇങ്ങനെയൊക്കെ അഭിപ്രായം പറയുകയും ഇങ്ങനെയൊക്കെ ചിത്രങ്ങൾ പ്രചരിപ്പിക്കുകയും ഒക്കെ ചെയ്യുമ്പോൾ എന്താവും അദ്ദേഹം ഉദ്ദേശിക്കുന്നത്? അയാളുടെ ബോഡി വീക്കാണ്, അപ്പൊ അത് മാനസികാവസ്ഥയിലേക്കാണ് പോകുന്നത്. ആ മാനസികാവസ്ഥ എന്ന് പറഞ്ഞാല് നമ്മളിപ്പോ ഏറ്റവും കൂടുതൽ അധികാരമോഹങ്ങളുള്ള മനുഷ്യന്മാരാണല്ലോ എല്ലാവരും. അതിപ്പോ നമ്മുടെ മുഖ്യമന്ത്രിക്ക് തന്നെ ആഭ്യന്തരവും മുഖ്യമന്ത്രി സ്ഥാനവും കൊടുത്തപ്പോൾ ജനങ്ങൾക്കുള്ള പ്രശ്നങ്ങൾ മുഖ്യമന്ത്രി അറിയുന്നില്ലല്ലോ. അതുപോലെ തന്നെയാണ് ട്രംപിന്റെ കാര്യവും. ഈ ട്രംപിന്റെ കാര്യവും കേരളത്തിന്റെ മുഖ്യമന്ത്രിയുടെ കാര്യവും തമ്മിൽ എന്താണ് ശ്രീ ബാലൻ ബന്ധം? അവരുടെ ആഭ്യന്തരവും ഉണ്ട്, മന്ത്രിയും ഉണ്ട്. അപ്പൊ കേരളത്തിൽ ഒട്ടുമിക്ക ശ്രീ ബാലൻ മനസ്സിലാക്കേണ്ടത്, കേരളത്തിലെ ഒട്ടുമിക്ക മന്ത്രിസഭകളിലും മുഖ്യമന്ത്രി തന്നെയാണ് ആഭ്യന്തര വകുപ്പ് കൈകാര്യം ചെയ്തിരുന്നത്. അപൂർവം ചില സന്ദർഭങ്ങൾ മാത്രമാണ് മുഖ്യമന്ത്രി ആഭ്യന്തര വകുപ്പ് അല്ല, താങ്കൾ ഇതുമായി ഒരു വളരെ സീരിയസ് ആയ ഒരു വിഷയം ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നതിനിടയിൽ വന്ന് കേരളത്തിലെ മുഖ്യമന്ത്രി അറിഞ്ഞു. ഇനി കേരളത്തിലെ മുഖ്യമന്ത്രി അറിഞ്ഞില്ല എന്നൊക്കെ ജനം വിധി എഴുതി കഴിഞ്ഞു. ജനത്തിന്റെ വിധി വരട്ടെ, എന്നിട്ട് നമുക്ക് തീരുമാനിക്കാം. ഇനി നമ്മൾ അതിന്റെ ഇടയിൽ ചർച്ച ചെയ്തുകൊണ്ട് കാര്യമില്ലോ. ഇതുപോലെയാണ് ഇയാളുടെയും മാനസികാവസ്ഥ. താങ്കൾ എങ്ങനെയാണ് ഒരു സീരിയസ് ആയ വിഷയം സംസാരിക്കുമ്പോൾ ശ്രീ ബാലൻ അതിന്റെ സീരിയസ് ആയിട്ട് സംസാരിക്കണം? നിങ്ങൾ ഒരു തമാശ പറയുകയാണെങ്കിൽ അതിനെ അർത്ഥത്തിൽ എടുക്കണം, ഗൗരവമായ കാര്യങ്ങൾ പറയുമ്പോൾ ഗൗരവമായിട്ട് എടുക്കണം. തമാശയല്ലേ ഇത് എന്ന് പറഞ്ഞാൽ നമ്മൾക്ക് എത്ര കിട്ടിയാലും മതിയാവാത്ത ജനങ്ങൾ. ആർക്ക് കിട്ടിയാൽ മതിയാവും? അത് കിട്ടിയോ കിട്ടിയില്ലയോ എന്നൊക്കെയുള്ള കാര്യം കേരളത്തിലെ ജനങ്ങൾ ഇപ്പോൾ വോട്ടിട്ടിട്ടുണ്ടല്ലോ. ജനത്തിന് അത് പുറത്താക്കണമെങ്കിൽ ഈ സർക്കാരിനെ പുറത്താക്കാനോ അല്ലെങ്കിൽ ഈ സർക്കാരിനെ വീണ്ടും കൊടുക്കണോ, എന്തായാലും ഒരു വിധി ജനം എഴുതി വെച്ചിട്ടുണ്ട്. അത് വരട്ടെ, നമുക്ക് നോക്കാം. അവർ പുറത്താക്കാനാണ് തീരുമാനമെങ്കിൽ അങ്ങനെ, ഇനി അതല്ല തുടരാനാണ് തീരുമാനമെങ്കിൽ അങ്ങനെ. അതിനിടയിൽ അമേരിക്കയുടെ കാര്യം പറയുമ്പോൾ ഈ കേരളത്തിന്റെ കാര്യം പറഞ്ഞ് ചർച്ച ചെയ്യേണ്ട കാര്യം എന്താണ്? ഇതുമായിട്ട് വ്യത്യാസങ്ങളൊന്നും ഇല്ല. വ്യത്യാസങ്ങൾ എന്ന് പറഞ്ഞാല് അതൊരു വലിയവൻ വലുത് കളിക്കുന്നു, ചെറിയവൻ ചെറുത് കളിക്കുന്നു, അത്ര തന്നെ ഉള്ളൂ. ഈ താങ്കൾക്ക് അങ്ങനെ എന്തെങ്കിലും തരത്തിൽ ചിലപ്പോൾ അന്ധമായ ഏതെങ്കിലും വിരോധമൊക്കെ കാണും. അത് ഇതുമായി ബന്ധപ്പെട്ടില്ല. അത്തരം വിഷയങ്ങളൊക്കെ ഒരുപാട് ചർച്ച ചെയ്താണ് ശ്രീ ബാലൻ. ഈ കേരള സർക്കാരിനെതിരെയുള്ള എത്രയോ വിഷയങ്ങൾ ചർച്ച ചെയ്തു. ആ സമയത്തൊക്കെ താങ്കൾ എവിടെയായിരുന്നു? ഞങ്ങൾ പറയേണ്ടത് അവരെയും ഓടും പറയും. പറയേണ്ട സമയത്ത് വേണം ശ്രീ ബാലൻ പറയേണ്ടത്, അല്ലെങ്കിൽ ഈ ട്രംപ് പറയുന്ന പോലെ ആയിപ്പോവും. പറയേണ്ട സമയത്ത് അല്ലെങ്കിൽ ആളുകൾക്ക് അങ്ങനെ സംശയം. ട്രംപിന്റെ തകരാറ് എന്ന് പറഞ്ഞാൽ അയാളുടെ ബോഡി വീക്കാണ്. ശരി, ഓക്കെ, എന്തിനും ആയിക്കോട്ടെ. താങ്കൾ അങ്ങനെ ശ്രീ നാരായണനാണ് ശ്രീകണ്ഠാപുരത്ത് നിന്നും. ശ്രീ നാരായണൻ, താങ്കൾ എങ്ങനെയാണ് കാണുന്നത് ഈ ട്രംപിനെ പോലെ ഒരു ഭരണാധികാരി നിന്നിട്ട് ഈ സ്വന്തം ചിത്രം യേശുവിന്റെ ചിത്രവുമായി AI വഴി ബന്ധപ്പെടുത്തി അങ്ങനെ തന്റെ മുഖമൊക്കെ വെച്ചൊരു യേശുവിനെ അവതരിപ്പിക്കുക? അതെ അതെ അതായത് ഈ അമേരിക്ക എന്ന് പറഞ്ഞാൽ ഒരുപാട് നല്ല കാര്യങ്ങൾ ചെയ്ത ഒരു രാഷ്ട്രമാണ്. ശരിക്കും പറഞ്ഞാൽ നമുക്ക് പല ചരിത്രങ്ങളും പരിശോധിച്ചാൽ അറിയാവുന്നതാണ്. ശരിക്കും പറഞ്ഞാൽ അതേ സമയത്ത് ഈ ഒരു എന്താ ഇയാളെ കാണുമ്പോൾ തന്നെ നമുക്ക് ഭയപ്പെടുന്ന ഒരു വില്ലൻ എന്ന് പറഞ്ഞൂടാ. ആരെയും പേടിയില്ലാതെ ഒരാൾ. ഇപ്പൊ ഞാൻ നിങ്ങൾ നേരത്തെ ആള് പറഞ്ഞ പോലെ അല്ല പറയുന്നത്. ഇപ്പൊ ഈ PC ജോർജിനെ പോലത്തെ എന്തും പറയാന്നുള്ള ഒരു ഇതുള്ള ഒരാളെ
എന്ത് കളിക്കാന്നുള്ള ഒരാളാണ് ഈ ട്രംപ്. അമേരിക്കന്റെ പേര് നശിപ്പിക്കാൻ വേണ്ടി. അതുപോലെ തന്നെ അത് മാത്രമല്ല, അത് എല്ലാ രാഷ്ട്രങ്ങളും ഇപ്പം വിഷമിക്കുന്നതാണെന്നില്ലേ. ഇതിന്റെ പേരിൽ മുതലാളിമാർക്ക് പൈസ ഉണ്ടാക്കുന്ന പരിപാടിയാണ്. അതായത് ഇത് ഓരോ സാധനത്തിനും വില വർദ്ധിപ്പിക്കുന്ന ഒരു ഇതെല്ലാം കാണുന്നില്ല. അതെല്ലാം ഇയാൾ ചെയ്തു വെച്ച് ദ്രോഹം കൊണ്ടല്ലേ, ഒരു കാര്യമില്ല അതൊന്നും. പക്ഷെ അതുപോലെയാണ് ബൂർഷ്വാസികളൊക്കെ ഇങ്ങനെ ചെയ്തുകൊണ്ടേയിരിക്കും. ഒരു ഇടങ്ങാറ് വരാനാണ് നിൽക്കുക. അതുപോലെ ഈ ലോക സമാധാനമുള്ള സമയത്ത് ഈ ട്രംപിനെ പോലെ തന്നെ ഭരണാധികാരികൾ ഉണ്ടായില്ല എന്താ ചെയ്യാ സാറേ? അമേരിക്ക എന്ന് പറഞ്ഞാൽ ഏതെല്ലാം കാര്യത്തിൽ നല്ല കാര്യങ്ങൾ ചെയ്താന്നറിയോ നിങ്ങൾക്ക്? ഏറ്റവും കൂടുതൽ പല ഓരോന്നോരോന്നെടുത്ത് ഞാൻ പറയുന്നില്ല, അങ്ങനെയുള്ള അമേരിക്കയെ നശിപ്പിക്കാനായിട്ട് വന്ന ഒരു ഭൂതമാണ് ഇയാൾ എന്നാ ഞാൻ പറഞ്ഞത്. ഓക്കെ, ശ്രീ സജിയാണ് വയനാട് നിന്നാണ് വിളിക്കുന്നത്. ശ്രീ സജി, താങ്കൾക്ക് എന്ത് തോന്നുന്നു? ഒരു രാഷ്ട്രത്തിൻ്റെ തലവൻ, സാധാരണഗതിയിൽ ഒരു രാഷ്ട്രത്തലവന്മാരൊക്കെ ഒരു ട്വീറ്റ് ഇടുമ്പോൾ അല്ലെങ്കിൽ ഒരു സമൂഹ മാധ്യമത്തിൽ പ്രതികരിക്കുകയോ അല്ലെങ്കിൽ ഔദ്യോഗികമായി പ്രതികരിക്കുകയോ ചെയ്യുമ്പോൾ പലതവണ ആലോചിച്ച് അതിൻ്റെ നയതന്ത്ര വശങ്ങളൊക്കെ, ഇപ്പം നമ്മൾ സാധാരണക്കാരായ നമ്മൾ ചിലപ്പോൾ വൈകാരികമായി പറയുമ്പോൾ ചിലപ്പോൾ ചില വാക്കുകൾ വിട്ടുപോകാം. പക്ഷേ രാഷ്ട്രത്തലവന്മാർ അങ്ങനെയല്ല. അവരുടെ ഓരോ വാക്കും, ആ വാക്കിൻ്റെ കുത്തും കോമയും പോലും വളരെ പ്രാധാന്യമുള്ളതാണ്. പലതവണ വെറ്റ് ചെയ്ത ശേഷമാണ് ഇവരൊക്കെ ഒരു വാചകം പുറത്തേക്ക് പറയുന്നത് തന്നെ, അല്ലാതെ പെട്ടെന്ന് ഒരു നാൾ വന്നിട്ട് പെട്ടെന്ന് പറയുകയല്ല. പക്ഷേ ട്രംപിൻ്റെ പല വാചകങ്ങളും കാണുമ്പോൾ, അദ്ദേഹത്തിൻ്റെ പ്രവൃത്തി കാണുമ്പോൾ അങ്ങനെയൊന്നും അമേരിക്കയിൽ ഇല്ല. അദ്ദേഹത്തിന് തോന്നുന്നൊക്കെ ഇടയ്ക്കിടയ്ക്ക് വിളിച്ചു പറയുന്ന ഒരാളായി ചിലർക്കെങ്കിലും തോന്നുന്നുണ്ട്. അത് ശരിയാണോ? ശരി സാറേ, ഈ ട്രംപ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ലോകരാഷ്ട്രങ്ങളിൽ വലിയ പദവി, ഞാനാണ് ഹിറ്റ്ലർ എന്നറിയപ്പെടുന്ന ഒരു രീതിയാണ് ഇപ്പം നടക്കുന്നത്. നമ്മുടെ യുദ്ധം ഒന്നിനും ഒരു പരിഹാരമല്ല. നമ്മളെ പോലുള്ള സാധാരണക്കാരെയാണ് ഏറ്റവും അത് ബാധിക്കുന്നത്. ഇപ്പം തന്നെ ചിന്തിച്ചു നോക്കും, മാർപ്പാപ്പ വരെ അങ്ങനെ പറയണമെങ്കിൽ ഒരു മതമായ രീതിയിൽ സംസാരിക്കുന്ന വ്യക്തിയാണെങ്കിൽ അങ്ങനെയാണോ പറയേണ്ടത്? യേശുവിന്റെ രൂപം വരെ വെച്ചിട്ട് നമ്മളെപ്പോലുള്ള പൊതുജനങ്ങൾക്ക് മതമാണോ വലുത്? നമുക്കിവിടെ ജീവിക്കണം. ഒരു മതവും ഒരു വിശ്വാസവും ഒരാളെ തീറ്റിപ്പറ്റുന്നില്ല. അത് വേണം, അത്യാവശ്യം നമുക്ക് ദൈവം വേണം. പക്ഷെ ഇതിപ്പോ നാടിനെ നശിപ്പിക്കുന്ന രീതിയിലേക്ക് നമ്മുടെ അമേരിക്ക എന്ന രാജാവ് മാറിയില്ലോ എന്ന് ഓർക്കുമ്പോൾ എല്ലാവർക്കും സങ്കടമുണ്ട്. കാരണം വിദേശങ്ങളിൽ പണിയെടുത്ത് ജീവിക്കുന്ന എത്രയോ പാവങ്ങളുണ്ട്. അവരെയൊക്കെ വെച്ച് നോക്കുമ്പോൾ ഈ ചെയ്യുന്നത് ഭയങ്കര ഒരു വിഷമമുള്ള കാര്യമായിട്ടാണ് എനിക്ക് തോന്നുന്നത്. ശരി, ശ്രീ സുബ്രഹ്മണ്യനാണ് പെരുമ്പാവൂരിൽ നിന്നും. ശ്രീ സുബ്രഹ്മണ്യൻ, താങ്കൾക്ക് എങ്ങനെയാണ് തോന്നുന്നത്? ഈ ട്രംപിനെ പോലെ ഒരാൾ ഇപ്പോൾ ഈ ഇറാനോട് മുട്ടി പരാജയപ്പെട്ടതാണോ അദ്ദേഹത്തിന് ഈ തരത്തിലേക്കൊക്കെ പ്രവർത്തനം നടത്താൻ പ്രേരിപ്പിക്കുന്ന ഘടകം? കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.